നിന്റെ വായിലെന്താ കൊഴുക്കട്ടയാണോ? പിണങ്ങിയിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന സ്ഥിരം ഡയലോഗുകളിൽ ഒന്നാണ് ഇത്. അതെ, കൊഴുക്കട്ടയാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ ഇന്ന് രാവിലെ? അത് ശരി, കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എന്താ ക്യാരറ്റിൻ്റെ കാര്യമുണ്ട്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ആദ്യം തന്നെ നമ്മുടെ ക്യാരറ്റ് കുട്ടന്മാരെയെല്ലാം കണ്ടം തൊണ്ട പെട്ടിയറിഞ്ഞ് മിക്സിയുടെ ജാറിലോട്ടിടുക. എന്നിട്ട് മിക്സിയുടെ അടുത്തോട്ട് മന്ദം തിറക്കുക. എനിക്കിഷ്ടം അതാട്ടോ, നിങ്ങൾ സ്പീഡിൽ പോയാലും മതി. അപ്പോൾ അതെടുത്ത് മിക്സിയിലോട്ട് വെക്കുക, സ്വിച്ച് ഇടുക, ട്രന്ന് മിക്സി അരപ്പിക്കുക. അങ്ങോട്ട് ഇരക്കട്ടേന്നേ. ഇരച്ച് പകുതി ആയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വെള്ളം ഒഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നിറഞ്ഞിട്ടും? അപ്പോൾ പിന്നെ ആദ്യം ഞാൻ തണുത്തവെള്ളം എടുക്കാനാണ് പോയത്. അത് പാടില്ല, ചൂടുവെള്ളം തന്നെ വേണം. അപ്പോൾ ചൂടുവെള്ളമൊക്കെ എടുത്ത് നമ്മൾ അരിച്ചെടുത്ത് നമ്മുടെ നീരാക്കി എടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് കുഴയ്ക്കാൻ മടിയുണ്ടെങ്കിൽ ഓടിപ്പോയി അമ്മയെ വിളിച്ചോണ്ടിരിക്കുക. അമ്മയില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുക. ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ട് കുഴയ്ക്കുക. കുഴച്ചതാ ഈ ഒരു പരുവമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. കുഴച്ച് വെച്ച മുട്ടൻ ഉരുളയിൽ നിന്ന് കുഞ്ഞു ബോളുകളാക്കി അങ്ങോട്ട് എടുക്കുക. ഇതേപോലൊന്ന് പരത്തുക. അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ശർക്കരയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മധുരം എത്രയാന്ന് വെച്ചാൽ അങ്ങോട്ട് ഇട്ടേക്കുക. കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർ അതിനനുസരിച്ച് വെക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് പൊതിഞ്ഞ് ഇതേപോലെ ബോളുകളാക്കി അങ്ങോട്ട് എടുക്കുക. നമ്മുടെ ഇഡലി പാത്രത്തിലെ വെള്ളം ചൂടാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പെറുക്കി അങ്ങോട്ട് വെക്കുക. ആവി വരേണ്ട ഭാഗത്ത് മൂടി വയ്ക്കാതെ അതിനെ ഒന്ന് ഒഴിച്ചിടുക. എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണിത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ അങ്ങനെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മൂടി കൊണ്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ആയിട്ടില്ല, എന്നാലും അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓം ക്രീം കുട്ടിച്ചത്ത നമ്മുടെ കൊഴുക്കട്ട വേകട്ടെ. അപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, നമുക്കിനി മൂടിയൊക്കെ മാറ്റാം. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി കൊഴുക്കട്ട ഇങ്ങനെ ഇരുന്ന് വേകുന്നത് കണ്ടോ? ഞാൻ വെച്ചപ്പോൾ ഇതിന് ഓറഞ്ച് കളറായിരുന്നു, ഇതിപ്പോൾ എങ്ങനെ മഞ്ഞ കളറായി? ഓറഞ്ച് ആയാലും മഞ്ഞയായാലും എങ്ങനെയായാലും നമ്മൾ കാര്യം സാധിച്ചുല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കൊഴുക്കട്ടയും 4 എണ്ണം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 4 എനിക്കാട്ടോ. കട്ടൻ ചായ ഒഴിച്ചിട്ട് ഒരു പരിപാടിയില്ല. നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, സൂപ്പർ രുചിയാന്നേ. ഞാൻ സാധാരണ വെള്ളയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ചെറിയൊരു ചവർപ്പ് കാണുമെന്ന് ക്യാരറ്റിൻ്റെ, അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ.